അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദ് ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് 6 ബെഡ്റൂം ഉണ്ട്, 2500 സ്ക്വയർ ഫീറ്റ് ആണ്, 10 സെന്റ് സ്ഥലത്താണ്, കിടിലൻ വീടാണ്, ഹൈവേന്റെ സെക്കൻഡ് പ്ലോട്ടാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമ്മൾ ഈ വീട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓണറുടെ നമ്പറാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ രാമന്തോളിന്റെ അടുത്താണ്. അപ്പോ എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് ഇതെന്താന്ന് വെച്ചാല് അർജന്റ് വിൽപ്പനയാണ്. 10 സെന്റ് സ്ഥലം, ഓപ്പൺ കിണർ, 5-6 ബെഡ്റൂം, നിസ്കാര റൂം, മറ്റുള്ള ഓഫീസ് റൂം എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ, പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിയിലേക്കുള്ള റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരാണ് തിരുനാരായണപുരം, അതായത് TN പുരം എന്നൊക്കെ പറയും. തിരുനാരായണപുരം. കട്ടുപ്പാറ കഴിഞ്ഞ ഉടനെ പ്ലാമന്തോളിന് മുന്നായിട്ട് ഇതാണ് ഹയർ സെക്കൻഡറി മദ്രസ കാര്യങ്ങൾ ഇവിടുത്തെ കേട്ടോ. ഹയർ സെക്കൻഡറി മദ്രസ കാര്യങ്ങൾ ഈ റോഡ് സൈഡിലാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടു പുറകിലാണ് നമ്മൾ ഇന്ന് കാണുന്ന വീട് കേട്ടോ. 10 സെന്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റ് വീടും ഫർണിച്ചർ ഉൾപ്പെടെ. ഇതിന്റെ ഈ റോഡിനെല്ലാം ഇറങ്ങി കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലോട്ടാണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന വീട്. അപ്പൊ നമുക്കത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. വീട് ഇതാണ്. 4 പുറം വീടുകളുണ്ട്, 2 സൈഡ് റോഡുണ്ട്. ആ റോഡും ഇതിലേക്ക് പറ്റാണ്. 4 പുറം മതില് കണ്ടോ, നല്ല മതില്, ഗേറ്റ്, കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, നല്ല VIP വീടുകളാണ്. അല്ല, ഡോക്ടർമാർക്കോ എഞ്ചിനീയർമാർക്കോ ഒക്കെ ഇരിക്കാം. കാരണം എന്താ പറയുക, വീട്ടിലിരുന്നാൽ മതി, രോഗികൾ ഇങ്ങോട്ട് വരും ബോർഡ് വെച്ചിട്ട്. കാരണം അത്രയ്ക്ക് സൗകര്യമുണ്ട്. ഹൈവേന്റെ സെക്കൻഡ് പ്ലോട്ടാണ്. ഇവിടെ 1 സെന്റ് സ്ഥലത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾ ചാനൽ കാണുന്ന ഹബീബികളൊന്ന് വിളിച്ച് ചോദിക്കുക. പെരിന്തൽമണ്ണയിൽ നിന്ന് പോകുമ്പോൾ, പട്ടാമ്പിയിലേക്ക് പോകുമ്പോൾ, UP എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ, കട്ടുപ്പാറ, അവിടെ കട്ടുപ്പാറയിലൊക്കെ സ്ഥലത്തിന് എന്താ വില എന്നൊന്ന് ചോദിക്കുക. എന്നിട്ട് ഇത് കാണാൻ വന്നോളൂ. ഇതല്ല, ഈ വീട് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ, അതിമനോഹരമായിട്ട് നല്ല ഇടുപ്പോട് കൂടിയിട്ട് കണ്ടോ, നല്ല ആ വീടിന് കണ്ടോ, ഒരു കോട്ട് പെയിന്റിന് അടിച്ചാണല്ലോ, ഒന്നും കൂടി ഉഷാറായി. ഇൻഷാ അല്ലാ വാങ്ങുന്നവർക്ക് ഈ മഴക്കാലം കഴിയട്ടെ, നമുക്ക് നല്ലൊരു പെയിന്റ് അടിച്ചിട്ട് ഈ വീട് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. മാത്രമല്ല നല്ല ഏരിയയിലാണ്, ഫുള്ള് വീടുകളാണ്, തൊട്ടത് ഹൈവേ ആണ്. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ വീടിന്റെ പരിസരം ഒന്ന് കാണുക, ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് കേട്ടോ. കട്ടയൊക്കെ വിരിച്ച് നല്ല അടിപൊളി ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയത്താണ് ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ലേ. നല്ല അടിച്ചാപ്പൊളി ഗേറ്റ് കാര്യങ്ങള്. ഇവിടുന്ന് ഇങ്ങനെ വലത്തോട്ടും തിരിഞ്ഞു നോക്കാം, ഇടത്തോട്ടും തിരിഞ്ഞു നോക്കാം. വലത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ കിണറിന്റെ വെള്ളവും കാണാം കണ്ടോ. ഇവിടെ നമുക്ക് മുറ്റത്ത് നല്ലൊരു മാവുണ്ട്, പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കിണർ. ആ കിണറൊന്ന് കാണിച്ചു കൊടുത്താ. ആ കിണറിനോട് ചേർന്നിട്ടുള്ള മതിലും കാണിച്ചു കൊടുക്കും കണ്ടോ. 10 സെന്റ് സ്ഥലമാണ്, ഫുള്ള് നല്ല കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എവിടെയും കട്ട വിരിക്കാൻ ബാക്കിയില്ല കണ്ടോ. അപ്പൊ ആ കിണറെന്ന് കാണിച്ചു കൊടുത്താൽ ഓപ്പൺ കിണർ, അതിന്റെ പുറമെ കുഴൽ കിണറുണ്ട്. ആ കിണർ കാണിച്ചു കൊടുക്കും, കിണർ കേട്ടോ. അപ്പൊ ആ കിണർ, അങ്ങനെ സൗകര്യങ്ങൾ ഏറെയാണ്. തൊട്ട വീടുകൾ, അയൽവാസികളൊക്കെ ഉണ്ട് അല്ലേ. ഇതുപോലെ തന്നെ കട്ടയൊക്കെ വിരിച്ചിട്ട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. കാരണം മഴ ആയതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ ചെയ്യാത്തത്. ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് തുണി അലക്കിയിട്ടിടാനോ മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ ഉണ്ടോ, നല്ല ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികള്, അതിന് പുറമെ ഇവിടെ നമുക്ക് പുറത്ത് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുറത്ത് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. അലക്കുകല്ല് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം പുറത്ത് കാണുന്നുണ്ട് അല്ലേ. ഇവിടെ കോഴിക്കൂട്, നല്ല തറയിൽ സിമെന്റിലൊക്കെ കെട്ടിന കോഴിക്കൂട് ഉണ്ടല്ലേ, കോഴിക്കൂടുണ്ട്. ഇതാ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാ ബാക്കിൽ മതിരി ഉണ്ടോ, ഫുള്ള് വീടാണ്. ഈ 10 സെന്റ് സ്ഥലത്ത് ഫുള്ള് വീട് തന്നെയാണ്. ഈ സ്പേസ് ആണ് നമുക്ക് ബാക്കിയുള്ളത്, കുറച്ച് ആ സൈഡിലും. അപ്പോൾ 4 സൈഡും സ്ഥലമുണ്ട്, ബാക്കി ഫുള്ള് വീടാണ്. 2500 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഓണർ പറഞ്ഞത്. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടില്ലേ, നല്ല കവുങ്ങുണ്ട് ഇവിടെ, ഈന്തപ്പനപ്പട്ടുണ്ട്. അതിന്റെ പുറമെ കാർ പോർച്ച് ഉണ്ട് കേട്ടോ. കാർ പോർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഹബീബിങ്ങൾ, ഈ സൈഡിൽ നമുക്ക് സ്ഥലം ലേശം കുറവാണ്, പക്ഷെ ഒരു മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മുരിങ്ങയൊക്കെ ഉണ്ട്. റംസാനൊക്കെ ആയി കഴിഞ്ഞാൽ മുരിങ്ങ ഉണ്ട്. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല ഭംഗിയുള്ള വീട് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഭാഗം കൂടെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. അപ്പൊ ഇങ്ങനെ വന്ന് ഇറങ്ങി കഴിഞ്ഞാല് അധ്യയന റോഡ്, വീടിന്റെ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ. മുന്നിൽ കൂടി ഇതിനൊക്കെ വീടുകളാണ് അല്ലേ. അതിമനോഹരമായിട്ടുള്ള വീട് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇവിടെ നല്ല മതില് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, എല്ലാ ഭാഗവും കാണണം. എന്താണ്, AC ഉണ്ട്, AC ഉൾപ്പെടെ കച്ചവടം കേട്ടോ. 3 AC ഉണ്ട്. മുക്കൈഫ് സ്ഥലാത്ത മൗജൂദ് ആണോ. അതുപോലെ തന്നെ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ അല്ലേ
വല്ല ഡ്രസ്സ് അലക്കിയിടാനോ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഇതുണ്ട്. അതിന്റെ ഓർമ്മ നിങ്ങളോട് പറയുള്ളത്, ഇതിന് തൊട്ട ബാക്കിലെ സ്ഥലം കൊടുക്കാനുള്ളതല്ല കേട്ടാ. ഇതൊരു അറിയപ്പെടുന്ന പണ്ഡിതന്റെയാണ് കേട്ടോ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ സ്ഥലമാണ് ഇത്. അത് കൊടുക്കാനുള്ളതൊന്നല്ല, പക്ഷെ ഞങ്ങളോട് പറഞ്ഞു എന്നും മാത്രം. കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ട ഹബികൾ, വീടിന്റെ ബാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഒരു കോട്ട് പെയിന്റ് അടിച്ചാൽ അടിപൊളിയായി കേട്ടോ. ഒരൊറ്റ കോട്ട് പെയിന്റ്. അപ്പൊ ഞാൻ ഉള്ളിലേക്ക് പോകാൻ പോരി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ, നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറണം. വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 5-6 റൂം ഉണ്ട്. ബെഡ്റൂം, അതുപോലെ തന്നെ നിസ്കാര റൂം സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഓഫീസ് റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ. ഒരു 10 വർഷത്തിന് താഴെയാണ് ഇതിന്റെ പഴക്കം. 8 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും നമുക്കൊരു പുതിയ വീടിന്റെ ലുക്കാണ്. അപ്പൊ നമുക്കൊന്ന് കാണാം. ഇതാ ഫുള്ള് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ടോ. സിറ്റ് ഔട്ട് ആയിക്കോട്ടെ, വലിയൊരു സിറ്റ് ഔട്ട് ആണ്. അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. മാത്രമല്ല തൊട്ട വീടുകള്, അടിപൊളി സൈറ്റ്, ഹൈവേന്ന് വെറും സെക്കൻഡ് ഫ്ലോട്ട് കേട്ടോ. ഹൈവേയോട് ചേർന്നിട്ട്. ഹൈവേയിലൊക്കെ നമുക്ക് സ്ഥലത്തിന് എന്താ വില എന്നിപ്പോ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. 10 റുപ്യ 12 റുപ്യ സ്ഥലത്തിന് ഹൈവേയിൽ മാർക്കറ്റിലെ ഏരിയയാണ്. അതിന്റെ നേരെ സെക്കൻഡ് ഫ്ലോട്ടാണ് നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഈ ഫർണിച്ചർ ഉൾപ്പെടെ കേട്ടോ. ഫർണിച്ചർ ഒക്കെ പെടും. അതിൽ ചില ഫർണിച്ചറുകളില്ല, പക്ഷെ നമുക്ക് 2-3 AC, 2-3 കട്ടില് കാര്യങ്ങള്, അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ട്. ഇതുപോലെ ചെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഡോർ ഒന്ന് കാണണം നിങ്ങൾ. നല്ല അടിപൊളി ഡോറാണ് വീടിന്റെ ഡോറ്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഡോർ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വരിക. വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ്. നല്ല വിശാലമായ വലിയൊരു ഹാള്. വലിയൊരു ഹാള് പറഞ്ഞാൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ്. ഇത്രയും നീളമുള്ള ഒരു ഹാളാണ് കേട്ടോ. വലിയൊരു ഹാളാണ്. മാത്രമല്ല നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് കയറുന്ന സമയത്തിന് നമുക്ക് വലതുവശത്ത് ഒരു റൂമുണ്ട്. അതാണ് നിസ്കാര റൂം കേട്ടോ. വലതുവശത്ത് നിസ്കാര റൂമാണ്. സൗകര്യങ്ങൾ കണ്ടില്ലേ. നല്ല സൗദി അറേബ്യയിലെ മോഡലാണ്. നമുക്ക് കാർപ്പറ്റ് ഒക്കെ വിരിച്ചിട്ട് ഉള്ളതാണ്. ഇതാണ് നിസ്കാര റൂം. അപ്പൊ ഹബീബികൾ കാണണം. എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കുന്ന റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് നിസ്കാര റൂമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി വാങ്ങുന്നവർക്ക് ഇത് എങ്ങനെ വേണോ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിന്റെ പുറമെ അടുത്ത ഒരു സിറ്റിംഗ് റൂം. ഇതാണ് സിറ്റിംഗ് ഹാള്. കണ്ടില്ലേ നിങ്ങള്. ഇത് നല്ല ഈ സോഫ സെറ്റ് ഒക്കെ നമ്മുടെ കച്ചവടത്തിൽ പോലും കേട്ടോ. ഇതിപ്പോ ഇവിടെ ഒരു ഡോർ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഹാളിൽ കൂടെ കടന്നിട്ടാണ്. അപ്പോ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു VIP പാർട്ടികൾക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായതാണ് ഈ സോഫ സെറ്റ് ഉൾപ്പെടെ, ഫർണിച്ചർ ഉൾപ്പെടെ കേട്ടോ. ഇതിൽ ഏതൊക്കെ ഫർണിച്ചർ എന്നുള്ളത് ഫുൾ ഉണ്ട്. ഏകദേശം 75-80% ഫർണിച്ചർ ഇതിലുണ്ട്. 1-2 സാധനങ്ങൾ നമ്മൾ മാറ്റും തിന്ന് അത് അവർ കാണിച്ച ഒരു പാർട്ടി വന്ന് കാണുമ്പോൾ. അപ്പൊ ഈ സോഫ സെറ്റ് ഇതിൽ ഉൾപ്പെടും കേട്ടോ. അത് ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂം. കണ്ടില്ലേ ഹബീബി നിങ്ങള്. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല വിശാലമായ നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂം കാര്യങ്ങളൊക്കെ. അപ്പൊ പ്രിയപ്പെട്ട ഹബീബുകൾ, ഇനി നമുക്ക് താഴത്ത് വേറെ റൂം കാണാം. കാണാം. അപ്പൊ നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ അടുത്തൊരു ബെഡ്റൂം കണ്ടോ. ഇത് നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂമാണ്. നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടാണ്. കാരണം 2 അലമാര ഇവിടെ ഇട്ടിട്ട് തന്നെ നമുക്ക് സ്പേസ് ബാക്കിയുണ്ട്. അപ്പൊ ഇതിൽ ഫർണിച്ചറൊക്കെ നമുക്ക് ഉൾപ്പെടേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നേരിട്ട് വന്നിട്ട് എന്തൊക്കെ ഫർണിച്ചർ ഏതൊക്കെ ഫർണിച്ചർ എന്ന് ഓണറോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. അപ്പൊ ഈ റൂമും കാണൽ കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള വഴി ഇവിടെ എൻട്രൻസ് ഈ ഹാളിൽ നിന്നാണ്. ഈ ഹാള് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാളുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള എൻട്രൻസ്. അപ്പൊ നമുക്ക് മുകളിലേക്കുള്ള എൻട്രൻസിലൂടെ ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ടോ. നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ടൈൽസ് ആണ് ഇട്ടിരുന്നത് കേട്ടോ മുകളിൽ. ഇവിടെ നമുക്ക് മുകളിൽ ടൈൽസ് ആണ്. നല്ല വലിയൊരു മനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു ഹാളാണ് കാണുന്നത്. നല്ല വലിപ്പമുണ്ട് കണ്ടില്ലേ. നല്ല വലിയൊരു ഹാള്. ഹബീബികൾ കാണണം. പ്രിയപ്പെട്ട എന്റെ ഹബീബികളെ കണ്ടോളിയും കേട്ടോ. നല്ല സൗകര്യമാണ്. അടിച്ചാപ്പൊളി 3 ബെഡ്റൂം സൗകര്യത്തോട് കൂടിയിട്ട്. അതിന്റെ പുറമെ ഇവിടെ നമുക്ക് കോമൺ ബാത്റൂം കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ഇട്ടിട്ട് ഈ ഹാളിൽ തന്നെ നമുക്കൊരു ബാത്റൂം ഉണ്ട്. അതിന്റെ പുറമെ നമുക്ക് 3 ബെഡ്റൂമിലും കേട്ടോ AC സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹബീബികൾ കാണണം. ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുക്കായി ഉണ്ടോ.
നല്ല അതിമനോഹരമായിട്ടുള്ള റൂം. എ സി ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു വാവ കടന്നുറങ്ങുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ സൗണ്ട് എൻ്റെ കുറച്ച് കമ്മിയാവാം. പിന്നെ അലമാര ഉണ്ട് ഇതിനോട് ചേർന്നിട്ട്. എല്ലാ കാണിച്ചു കൊടുത്താൽ നല്ല മോഡലല്ലേ. ഇതാ അലമാര കണ്ടിട്ട് അതൊക്കെ നമ്മുടെ കച്ചവടത്തിൽ പറഞ്ഞാണ്. ഇതാ ഈ അലമാര എ സി ഉണ്ടോ, ഈ റൂമിലുണ്ട് എ സി, അപ്പുറത്തെ റൂമിലുണ്ട്, അതിന്റെ അപ്പുറത്തേലും ഉണ്ട്. 3 എ സി ഉണ്ട് അല്ലേ പ്രിയപ്പെട്ട ഹബീബുകളെ. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഒരു ബെഡ്റൂമിൽ കിടക്കുക ഹാളിൽ നിന്ന്. ഇവിടെ എ സി അലമാര ഉണ്ട് കേട്ടോ, അതേപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാ കേട്ടോ, നല്ല വിശാലമായ ബെഡ്റൂമാണ്, അതിമനോഹരമായിട്ടുള്ള റൂമാണ്. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണങ്ങൾ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൽ എ സി ഉണ്ട് കേട്ടോ. ഈ ഫർണിച്ചറൊക്കെ ഉൾപ്പെടെയാണ് നമ്മുടെ കച്ചവടം. എങ്കിലും ഇനി അടുത്ത റൂമും കൂടെ കാണാം. ഇതാ ഇവിടെ ഒരു റൂം കേട്ടോ, ഇവിടെയും ഒരു റൂമുണ്ട്. അപ്പൊ നമുക്ക് 3 ബെഡ്റൂം മുകളിലുണ്ട്, താഴെയും അതുപോലെ 2-3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. ലൈറ്റ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അലമാരുണ്ട്. ഈ റൂമിൽ എ സി ഇല്ല. അപ്പൊ നമുക്ക് 3 എ സി 3 റൂമിലുണ്ട്. പ്രിയപ്പെട്ട ഹബീബിനെ കാണാൻ നല്ല വിശാലമായ വലിയതാണ് കേട്ടോ. എന്താ കട്ടിൽ ഇതൊക്കെ കണ്ട, ഫർണിച്ചറൊക്കെ ഉൾപ്പെടെയല്ലേ നമ്മുടെ കച്ചവടം. ഇനി എന്തൊക്കെയാന്നുള്ളത് നിങ്ങളുടെ ഓണറായിട്ട് വരിക, കാണുക, സംസാരിക്കുക. ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അവര് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് കച്ചവടത്തിൽ 1% എന്തൊറ്റ ശതമാനം, വാങ്ങുന്നവർ തരേണ്ടത് 1%. അപ്പൊ നമുക്ക് ഇനി ബാൽക്കണി കാണാണ്ട് അതും കൂടെ ഒന്ന് കാണാം. ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ ഇങ്ങനെയാണ് ബാൽക്കണി അല്ലേ. ഇവിടെ വൈകുന്നേരത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല എന്താ മഴ കണ്ടില്ലേ നിങ്ങള് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ. ഓപ്പൺ ടെറസ് ബാൽക്കണി കഴിഞ്ഞാണല്ലോ അല്ലോ അല്ലേ. ഇനി ഇവിടുന്ന് അവിടുന്ന് കാണിച്ചു കൊടുത്ത ആ ബിൽഡിംഗ്, റോഡ് സൈഡിലുള്ള ബിൽഡിങ്ങുകൾ, ആ ബിൽഡിംഗ് ഉണ്ടോ, അതൊക്കെ റോഡ് സൈഡിലാണ്, റോഡിലാണ് ആ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ട് ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. ആ വീടുകൾ ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. കാരണം മഴയാണ്, ഫുള്ളിങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ മനസ്സിലായിക്കോളി. അതാണ് റൂട്ട്, ബസ് റൂട്ട്, ഹൈവേ, അതിന്റെ 2nd പ്ലോട്ടാണ്. അപ്പൊ ഇനി നമുക്ക് കിച്ചണും മറ്റുള്ള കാര്യങ്ങളും കാണാണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ നല്ല ജനലും നല്ല വാതിലാണ് കേട്ടോ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി താഴത്ത് പോവാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ വീട് കാണൽ കഴിഞ്ഞു, വീടിന്റെ അകംവശം കാണൽ കഴിഞ്ഞു, പരിസരങ്ങൾ കാണൽ കഴിഞ്ഞു അല്ലെ. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ തിരുനാരായണപുരമാണ്. തിരുനാരായണപുരം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുമ്പോൾ കട്ടപ്പാറ കഴിഞ്ഞിട്ട് പിലാമന്തോളിന്റെ തൊട്ട് മുന്നിലായിട്ടുള്ളതാണ്. ഹൈവേന്ന് 2nd പ്ലോട്ടാണ്. 10 സെന്റ് സ്ഥലം, ഓപ്പൺ കിണറോട് കൂടി ചുറ്റുമതിലോട് കൂടി 2500 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ വിസ്തീർണം. മാത്രമല്ല ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് ചോദിക്കുക. ഫർണിച്ചർ ഉൾപ്പെടെ 2-3 എ സി കാണുന്നുണ്ട്, മറ്റുള്ള ഫർണിച്ചർ കാണുന്നുണ്ട്, അപ്പൊ ഫ്രിഡ്ജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വന്നിട്ട് ഇതിന്റെ ഓണറുമായിട്ട് സംസാരിക്കുക. ഹൈവേയിൽ സ്ഥലത്തിൽ 10-12 വില, ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പക്ഷെ ഇത് 2nd പ്ലോട്ടാണ്, ആ വില എന്തായാലും ഇവിടെ കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിന്റെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, മാത്രമല്ല നിങ്ങൾ 4 പുറം അന്വേഷിക്കുക. അന്വേഷണത്തിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇത് എടുക്കുക എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ഓണറായിട്ട് സംസാരിക്കുക. സംസാരിച്ച് നെഗോഷ്യബിൾ ചെയ്യുക എത്ര പറഞ്ഞാലും. കാരണം എന്താ അറിയോ, ഇതിന്റെ ഓണർ വില തീരുമാനിക്കാൻ വൈകുന്നേരം പറയാന്നാ പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോ ചാനൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തന്നെ വില തീരുമാനിക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, വാങ്ങുന്നവർക്ക് 1% മാത്രമേ കമ്മീഷൻ ഉള്ളൂ. ഒരേ 1% കമ്മീഷൻ വാങ്ങുന്ന വ്യക്തിയാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റ് സൈദിൽ പറഞ്ഞ ആള്. കൂടുതലൊന്നും നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ ഇത്രയും ഭാഗത്ത് മലപ്പുറം, തൃശ്ശൂർ ഭാഗങ്ങള്, പാലക്കാട് ഭാഗങ്ങള്, കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളത് നമ്മൾ വീഡിയോ പലതും കാണിച്ചു തന്നിട്ടുണ്ട്. പലതും കച്ചവടമായിട്ടുണ്ട്. ഫർണിച്ചർ ഉൾപ്പെടെയുള്ളത് ഒരുപാട് വീടുകൾ കച്ചവടമായിട്ടുണ്ട്. അപ്പൊ ഹൈവേന്റെ 2nd പ്ലോട്ട് ആയതുകൊണ്ട് വരാനും പോവാനും സൗകര്യം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഗ്രൂപ്പുകൾ കൂടെ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും അറിയുന്ന ഏതെങ്കിലും ബന്ധത്തിലുള്ളവർക്ക്, നിങ്ങളുടെ കുടുംബക്കാർക്കായിരിക്കട്ടെ, ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കാം, എവിടെ എന്തെന്നറിയാതെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക. മാത്രമല്ല ഇതിന്റെ ഓണറുടെ നമ്പറാണ് നമ്മൾ വെക്കുന്നത്. അത് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് വെക്കുന്നത്. കാരണം കച്ചവടം ചെയ്യുമ്പോൾ 1% വാങ്ങുന്നവർ കമ്മീഷൻ ഹക്കായിട്ട് തന്നാൽ മതി, ഹക്കായത് മതി, മറ്റേ വേണ്ട നമുക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ചാനൽ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബർ ആകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ആയിക്കോളുക. കാരണം എല്ലാ ഗ്രൂപ്പിലേക്കും നിങ്ങൾ വിട്ടുകൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോ കാണും വരയ്ക്കും ഇതിന്റെ വില കേട്ടോ, ആ ഓണർ പറയട്ടോ, അതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും. മഹസ്സലാമ.